ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്കലോട്ടെ. ഇപ്പോൾ ഞാനുള്ളത് ഗുരുവായൂര് ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ടയുടെ മുൻപിലാണ്. ഈ ആനക്കോട്ട തുടങ്ങിയത് 1985-ലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനക്കോട്ട എന്നറിയപ്പെടുന്നത് ഇതാണ്. അപ്പം നമുക്ക് ഇതിനുള്ളിൽ അവിടെ നിറച്ച ആനകളാണ്. നമുക്ക് ആദ്യം ഇതിനുള്ളിൽ കിടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അഡൾട്ട്സിന് 20 റുപ്പീസും ചിൽഡ്രൻസിന് 10 റുപ്പീസും ക്യാമറയ്ക്കും മൊബൈലിനും 25 റുപ്പീസാണ് വരുന്നത്. നമുക്ക് കിടക്കുമ്പോൾ തന്നെയുള്ളൊരു ആനനെ കാണാം. ഇതാണ് ആ ആന. ഈ ആനയുടെ പേര് നന്ദൻ എന്നാണ്. ഈ ആന മദപ്പാടിലാണ്. പിന്നെ ഈ ആന കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആനയാണ്. ഇങ്ങനെ ചെവിയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം ബാക്കിലുള്ള പാപ്പന്മാര് ഈ ആനനെ കുളിപ്പിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഈ ആനയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നത്. അപ്പം നമുക്കിനി ആനനെ കുളിപ്പിക്കുന്നത് കാണാം. അപ്പം ഇതാണ് ആനനെ കുളിപ്പിക്കുന്നത്. ഇവർ വന്നിട്ട് ആ ഒരു ഓസും വെച്ചിട്ട് ഇങ്ങനെ ആനയുടെ മേത്തേക്ക് വെള്ളം ചീറ്റിക്കും. പിന്നെ ഒരു കല്ലും ചകിരിയും വെച്ച് ഒരച്ച് കുളിപ്പിക്കും. ഇവർ കുളിക്കാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇവർ കുളിക്കാണ്ടിരിക്കുന്ന ടൈമിൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ മണ്ണൊക്കെ നിലത്തുനിന്ന് മണ്ണൊക്കെ വരിട്ട് ഇവരുടെ മേത്തേക്ക് തുമ്പിക്കൈ വെച്ച് ഇടും. നല്ല തണുപ്പ് കിട്ടാനാണ്. ഇവർ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. അപ്പോൾ ഇവർ നന്നായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിക്കുമ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പുണ്ടല്ലോ, അതാണ് ഇവരിപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മണ്ണ് തണുപ്പ് കിട്ടാൻ വേണ്ടി മണ്ണെടുത്തിടുമ്പോൾ മേത്തൊക്കെ മണ്ണാവും. അപ്പോൾ ഈ ആന കുളിക്കുകയാണ്. ഇനി കുളിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ കാലിൽ കുറേ ബാക്ടീരിയാസ് ഉണ്ട്. അതിനെ കളയാൻ വേണ്ടി പൊട്ടാസ്യം പെർമനേറ്റ് എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിൽ കലക്കിയിട്ട് ഇവരുടെ കാലിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലത്തെ ബാക്ടീരിയ ഒക്കെ മാറിയിട്ട് കാലിലും മേത്തൊന്നും അസുഖമൊന്നും ഇല്ലാണ്ടിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പാപ്പ വന്നിട്ട് അവിടെ സൈഡിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മഗ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ കുളിക്കാന്ന് പറഞ്ഞാൽ മഹാ ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ആന മാത്രമല്ല, ഇവിടെ ടോട്ടൽ 44 ആന ഉണ്ടായിരുന്നു. കുറേ ആനകൾ ചെരിഞ്ഞു. പിന്നെ കുറേ ആനകളെ പൂരത്തിന് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ 39 ആനകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ള ഈ പാപ്പാന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മഹാ റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഈ ആന ആദ്യം കാട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ടൈമിൽ ഇതിനെ മെരുക്കി എടുക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ്. എന്നാലും ഇവിടെ 130 പാപ്പാന്മാരെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആനയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ആ പാപ്പാൻ വന്നിട്ട് ഈ അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് കളയാണ്. ഇനി നമുക്ക് ഈ ആന എണീച്ച് നിന്നുള്ള ഫോട്ടോ കാണാം. ഇത് വന്നിട്ട് ആനനെ കിടത്തിയിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ആ ആന എണീച്ചിട്ടുണ്ട്. ഈ ആന സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു ആനനെ ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ ആന. ഈ ആനയുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഈ ആനയും മദപ്പാടിലാണ്. ഈ ആന വന്നിട്ട് അവിടെ നിലത്ത് വീണ് കിടക്കണ മരത്തിൽ നിന്ന് വീണ ചെടികളും അങ്ങനത്തെ പിന്നെ അവർ ഇട്ട് കൊടുക്കുന്ന പട്ടയൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആനയുടെ സൈഡിൽ പാപ്പാനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആന വന്നിട്ട് സൈഡിൽ ഉണ്ടായിരുന്ന ആനയാണ്. ഈ ആനയെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഈ ആന തുമ്പിക്കൈ കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുകയാണ്. അപ്പൊ ഈ തുമ്പിക്കൈ കൊണ്ട് പല എക്സ്പ്രഷൻസും കാണിക്കുന്ന ആനകൾ ഇവിടെ കുറേ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇവിടെ വന്ന വേറെയും കുറെ ടൂറിസ്റ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നത് ഈ ആന ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആനനെ ഇങ്ങനെ ഒരു കോമഡി പീസ് പോലെ ആക്കിയിട്ട് ഒക്കെ പറയാണ്. സത്യത്തിൽ ഇത് ഡാൻസ് കളിക്കാൻ എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ചില ടൈമിൽ ഈ ആന ആ നിലത്താണ് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് വായിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ആനയ്ക്ക് ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി കളിക്കാനാണ് ഇഷ്ടം. ഇനി വന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഉള്ള ആനകൾ ഇനി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുള്ള ഭാഗം കാണാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആന ഉണ്ടല്ലോ, ആ നന്ദൻ. ആ ആനയുടെ കുറച്ചുകൂടി ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരുന്ന ഒരു ഭാഗത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ കോഷൻ, അതായത് ഈ ആനകളെ എങ്ങനെ നോക്കണം കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആനകളുടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് എഴുതിയതാണ് ഈ ആനകളുടെ സ്വഭാവം പ്രവചിക്കാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനുള്ളത് വേറൊരു ആനയുടെ അടുത്താണ്.
ഈ എല്ലാ ആനകൾക്കും കൊമ്പുണ്ട്. മാക്സിമം ആനകൾക്ക് കൊമ്പുള്ള ആനകളാണ്. ഇത് കഴിഞ്ഞിട്ട് സൈഡിലായിട്ട് വരുന്ന വേറൊരു ആനയാണ്. ഈ ആനകളും പട്ട തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വന്നത് ഒരു ഉച്ചയുടെ സമയത്താണ്. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ഒക്കെ ടൈം ആകുമ്പോൾ ഒരു 2 മണി ടൈം തന്നെ. ആ ഒരു ടൈം ആയതുകൊണ്ട് ഇവർക്ക് ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ആന ഉണ്ട്. ആ ആനയുടെ പേരാണ് ലക്ഷ്മി നാരായണൻ. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊമ്പൻ കണ്ണൻ എന്ന് പറഞ്ഞൊരു ആന ചെരിഞ്ഞു. ആ ആനയ്ക്ക് 62 വയസ്സുണ്ട്. അപ്പോൾ ഈ ആന വന്നിട്ട് തുമ്പിക്കൈയൊക്കെ നീട്ടി സൈഡിലുള്ള പട്ടകൾ എടുക്കുകയാണ്. പിന്നെ ഈ ആനകളിൽ വന്നിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ആന വന്നിട്ട് തുമ്പിക്കൈ നീട്ടി എടുക്കും. അതല്ലാണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള പട്ട ഇവർ തന്നെ എടുത്ത് കൊണ്ടുവരും വേറെ സ്ഥലത്ത് നിന്ന്. ഇപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നിലത്തുള്ള മണ്ണൊക്കെ എടുത്ത് ഇടാൻ. ഞാൻ പറഞ്ഞില്ലേ അല്ല, ഈ ആനയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, ആ ആനയാണ് ഇത്. ആദ്യം കണ്ട ഞാൻ ശരിക്കും പേടിച്ചു ഇങ്ങനെ എന്താ ആട്ടണെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഞാനുള്ളത് ഇത് വേറൊരു ആനയാണ്. ഈ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആനയുടെ പേരാണ് അനന്തകൃഷ്ണൻ. ഇതും ഒരു ഓസ് അടിച്ചാണ് കുളിപ്പിക്കുന്നത്. ഇത് കുളിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ഇടയിൽ ആ ആന വെള്ളം കുടിക്കുന്നുമുണ്ട്. ഒരു പാപ്പൻ അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുന്നത്. ഈ ടൈമിൽ ഈ ആന ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ചില ടൈപ്പ് ആനകൾ ഇങ്ങനെ കിടത്തിയിട്ടും കുളിപ്പിക്കും. ആ ആനകൾ കുറച്ച് ഹൈറ്റുള്ള ആനകളായിരിക്കും. അത്രയും ഹൈറ്റിൽ അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ ആനയ്ക്ക് അധികം ഹൈറ്റ് ഒന്നുമില്ല. ഇങ്ങനെ സൂം ചെയ്ത് എടുത്തോണ്ടാണ് ഈ ആനയ്ക്ക് ഇത്ര ഹൈറ്റ് ഒക്കെ ആയിട്ട് തോന്നിക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ചെറിയ ആനയാണ്. ഇപ്പൊ ഈ ആന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു ആനനെ കാണാം. ഈ ആന വേറെ സൈഡിൽ ഉണ്ടായിരുന്ന ആനയാണ്. ഈ ആനയ്ക്ക് കൊമ്പുണ്ട്, പക്ഷെ ഒറ്റ കൊമ്പൻ ആനയാണ്. അപ്പുറത്തൊരു കൊമ്പുണ്ട്, ഇനി ഇപ്പുറത്തൊരു കൊമ്പില്ല. പിന്നെ ഈ ആനയ്ക്ക് ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ വേറെ കാര്യം മനസ്സിലായി. ഇത് ഇത്തിരി വയ്യാത്ത പോലെയാണ് നിൽക്കുന്നത്. എന്തോ വയ്യാണ്ട് നിൽക്കുന്നതാണ്. ഇതാണ് ആന ഇത്തിരി കൂടി സൂമായിട്ടുള്ള ഭാഗങ്ങള്. ഇപ്പൊ ഈ ആന കുറച്ച് വയ്യാണ്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് സൈലന്റ് ആണ്. ഒറ്റ കൊമ്പേ ഉള്ളൂ. അപ്പുറത്തെ കൊമ്പ് എന്തോ ചെയ്തിട്ട് ഒടിഞ്ഞു പോയതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ആന ഈ ഒരു വശത്തേക്കാണ് നോക്കുന്നത്. പിന്നെ ഈ ആനകൾ വന്നിട്ട് അവിടെയുള്ള ഇവർക്ക് വന്നിട്ട് പട്ട തിന്നാൻ കൊടുക്കുന്ന പട്ട എടുത്തിട്ട് ചില ടൈമിൽ ഇവരിങ്ങനെ കളിക്കാറുണ്ട്. അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ പട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കും. പിന്നെ ഈ ആനയുടെ കാലാവധി എന്ന് പറയുന്നത് 70 to 80 ആണ്. എല്ലാ ആനകളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. 70 അല്ലെങ്കിൽ 80 അത്രയും കാലാണ് ഇത് ജീവിക്കുന്നത്. പിന്നെ ഇത് വേറൊരു ആനയാണ്. ഇതിനെ കിടത്തിയിരിക്കുകയാണ്. ഇത് വന്നിട്ട് കിടക്കാൻ പറഞ്ഞിട്ട് കേൾക്കാണ്ടപ്പോൾ അവരങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് വടിയുണ്ട്, ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ ആ വടി കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ കിടത്താണ്. ഈ ആന അധികം കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അധികം ടൈം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് വന്നിട്ട് വേറെ സൈഡിലുള്ള ആനയാണ്. ഈ ആന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുമ്പിക്കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡില് അതിന്റെ പാപ്പ നിൽക്കുന്നുണ്ട്. ഇതെന്തെങ്ങനെ ഈ പാപ്പന്മാർ സൈഡിലേക്ക് മണ്ണ് വലിച്ചിടും. കാരണം ആ വശത്തേക്കാണ് ഇത് കൂടുതൽ തിരിയാറ്. അപ്പൊ ആ വശത്തെ അങ്ങനെ എന്തോ കാര്യങ്ങളിലൊക്കെ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ആന ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ് ഈ ആന എന്താ ഇങ്ങനെ ചെയ്യുന്നതിന് ഡൗട്ടായി പോയി. ഇത് വേറൊരു ആനയാണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചൊരു ആനയില്ലേ, ആ ആനയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു ആനയാണ്. ഈ ആന കുറച്ചു മുമ്പ് ഇതിങ്ങനെ കിടത്തുന്നതാണ് കാണിക്കുന്നത്. ആ പാപ്പാൻ പറയുന്നതനുസരിച്ചാണ് ഇത് കിടക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് ഈ ആന കിടന്നു. ഇനി നമുക്ക് ആനകളെ മെരിക്കുന്ന ഒരു സ്ഥലം കാണാം. ഇവിടെ നിർത്തിയിട്ടാണ് ഇതിനെ മെരിക്കുന്നത്. ഈ ഒരു വശത്താണ് കാട്ടിന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് മറ്റേ ട്രെയിൻ ചെയ്തിട്ടാണ് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളൊന്നും കണ്ടില്ലേ, വേറൊരു ആനയുടെ വീഡിയോ ഷോർട്സ് കണ്ടില്ലേ, അതൊക്കെ ഈ ആനയാണ്. പിന്നെ ഈ ആന വേറൊരു ആനയാണ്. ഈ ആന വന്നിട്ട് അവിടെ ചങ്ങയ്ക്ക് ഇട്ടിരിക്കുകയാണ്. ഈ ആന വന്നിട്ട് അവിടെ ഒരു സൈഡ്, ഈ ആനകളുടെ ഒക്കെ സൈഡിലായിട്ട് ഷെഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവർക്ക് തണൽ കിട്ടാനാണ്. ഇപ്പൊ ഈ ആന നിങ്ങൾ വിചാരിക്കും എന്താ മനുഷ്യർ നടക്കുന്ന വഴി കൂടെ ഇറങ്ങി നടക്കുന്നതെന്ന്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപ്പം പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും ഞങ്ങളോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെ ഈ ആനനെ വിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന് കഴിക്കാനുള്ള പട്ട അത് തന്നെ എടുത്തിട്ട് വരാനാണ് ഈ ആനനെ വിട്ടിരിക്കുന്നത്. ഈ ആനയുടെ പേരാണ് രാധാകൃഷ്ണൻ. അപ്പോൾ ഈ ആന നല്ല അനുസരണയുള്ള ആനയാണ്. ആ പാപ്പം പറഞ്ഞപ്പോഴേക്ക് ആരും ഒന്നും ചെയ്യാണ്ട് ചങ്ങലയൊക്കെ അഴിച്ചു വിട്ടു. അപ്പോൾ ഈ ആന അങ്ങനെ പോയിട്ട് പട്ട എടുത്തിട്ട് വരികയാണ്. ആദ്യം പട്ട എടുക്കും, പിന്നെ അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കും, ഇത് പട്ട തന്നെയാണോ അങ്ങനെ എന്താ സാധനം എന്ന് മണത്ത് നോക്കും. എന്നിട്ട് അതിന് എഡിബിൾ ആണെങ്കിൽ അത് എടുത്തിട്ട് വരും. അങ്ങനെയാണ് ഈ ആനകൾ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ട് വരുന്നത്. പിന്നെ ഇതിന് കഴിക്കാനുള്ള ഫുഡ് അവിടെ സൈഡിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനധികം ഡിസ്റ്റൻസ് പോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാവാണ്ടാണ് ഇങ്ങനെ ആന ചെയ്യുന്നത്. ഇപ്പൊ ആന ആ പട്ടയം കൊണ്ടിട്ട് തിരിച്ച് അതിന്റെ പ്ലേസിലേക്ക് വരികയാണ്. ഈ പ്ലേസിലേക്ക് വന്നതിന് ശേഷം ഇതിന്റെ ആ കയറും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടിട്ട് ചങ്ങലൊക്കെ ഇടും. ഇപ്പോ അത് ആ ഷെഡ് പോലത്തെ സ്ഥലത്തിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുരേഷ് ഗോപിയുടെ ആനയൊക്കെ ഉണ്ടെന്ന്. ഇവിടെ വന്നിട്ട് ശോഭ സിറ്റി എന്ന് പറഞ്ഞ ഒരു മാളുണ്ട്, അവിടുത്തെ ഓണറിന്റെ ആനയുണ്ട്. ഇത് നമുക്ക് ഈ ആനകളൊക്കെ കുളിക്കാനുള്ള വെള്ളം എടുക്കുന്നതും പിന്നെ ഈ ആനകൾ ചില ടൈമിൽ ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു കുളം. ഇവിടെ 2 ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് വെള്ളം കുറവുള്ള ഭാഗവും അപ്പുറത്തേക്ക് കുറേ വെള്ളമുള്ള ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ കുറച്ച് വെള്ളമുള്ള ഭാഗത്ത് നിന്ന് ഇവിടെ ഉള്ള മരത്തിൽ നിന്നൊക്കെ ഇലകളൊക്കെ വീണിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കാണ്. കുറേ വെള്ളമുള്ള സ്ഥലത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു സ്റ്റെപ്പും വരുന്നുണ്ട്. ആ സ്റ്റെപ്പ് വരെ നമുക്കും ചെറുതായിട്ടൊന്ന് ഇറങ്ങാം. അത് പാപ്പന്മാർക്ക് ഇറങ്ങാനുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇത് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഈ ആനയുടെ മെയിൻ ആഹാരം വന്നിട്ട് ഇതുപോലത്തെ പട്ടയും കയറിലൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ കുളമല്ലേ, ആ കുളത്തിൽ നിന്നാണ് ഇത് വെള്ളമൊക്കെ കുടിക്കുന്നത്. ഇതിന് വന്നിട്ട് ആഹാരം കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോ ഇത് കഴിക്കും എന്നറിയോ? 400 കിലോ ആഹാരം കഴിക്കും ഇത്. പിന്നെ 150 ലിറ്റർ വെള്ളം കുടിക്കും ഇത്. പിന്നെ ഇത് ആ കുളത്തിന്റെ സൈഡിലായിട്ടുള്ള ഭാഗമാണ്. പിന്നെ ഇത് അതിന്റെ സൈഡിലായി ഒരു അമ്പലം പോലത്തെ സ്ഥലമാണ്. ഇത് വന്നിട്ട് ആ നന്ദനുള്ള ആനയുടെ സൈഡൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഗുരുവായൂർ ഫുൾ ആനക്കോട്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും